ورتل القرآن ترتيلا. الحمد لله الذي جل جلاله وعظم سلطانه والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, തജ്വീദ് പഠന സംരംഭത്തിലെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി എന്താണ് തജ്വീദ്, അതിൻ്റെ ഭാഷാപരവും സാങ്കേതികവുമായ നിർവചനം എന്താണെന്നും തജ്വീദിൻ്റെ ചർച്ചാ വിഷയമായ വിശുദ്ധ ഖുർആൻ എന്താണ്, അതിൻ്റെ ഭാഷാപരവും സാങ്കേതികവുമായ അർത്ഥം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ലളിതമായി വിശദീകരിച്ചത്. ഇന്നത്തെ നമ്മുടെ വിഷയം തജ്വീദ് പഠിക്കൽ നിർബന്ധമാണോ, തജ്വീദ് പഠിച്ചില്ലെങ്കിൽ കുറ്റമുണ്ടാവോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ സംസാരം. ഒന്നാമതായി പണ്ഡിതന്മാർ തജ്വീദ് എന്ന ഈ പഠനത്തെ 2 വിഭാഗമായി തരംതിരിച്ചതായി കാണാൻ സാധിക്കും. ഒന്ന് അത്തജ്വീദുൽ ഇൽമി, 2 അത്തജ്വീദുൽ അമലി. അത്തജ്വീദുൽ ഇൽമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തജ്വീദിൻ്റെ ശാസ്ത്രീയമായ പഠനമാണ്. എന്ന് പറഞ്ഞാൽ തജ്വീദിൻ്റെ പണ്ഡിതന്മാർ തജ്വീദിൽ നിശ്ചയിച്ചിട്ടുള്ള അതിൻ്റെ വ്യത്യസ്തങ്ങളാകുന്ന അഹ്കാമുകൾ, ഖവായിദുകൾ, നിയമങ്ങൾ, സാങ്കേതിക പ്രയോഗങ്ങൾ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വിശദമായി തജ്വീദിനെ മനസ്സിലാക്കുക എന്നതാണ് അത്തജ്വീദുൽ ഇൽമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ശാസ്ത്രീയമായ പഠനമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്തജ്വീദുൽ അമലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തജ്വീദിൻ്റെ ശാസ്ത്രീയമായ പഠനമൊന്നും അറിയില്ല, തജ്വീദിൻ്റെ വ്യത്യസ്തങ്ങളാകുന്ന സാങ്കേതിക പദങ്ങളോ അതിൻ്റെ നിയമങ്ങളോ ഖവായിദുകളോ ഒന്നും അറിയില്ല, എന്നാൽ പാരായണത്തിൽ തജ്വീദൊക്കെ പാലിക്കുന്നുണ്ട്, തജ്വീദ് അനുസരിച്ച് കൊണ്ട് തന്നെ പാരായണം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയാണ് അത്തജ്വീദുൽ അമലി എന്ന് പറയാം. ഇതിൽ ആദ്യം പറഞ്ഞ അത്തജ്വീദുൽ ഇൽമി, അതിൻ്റെ ഹുക്കുമിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഫർളു കിഫായ എന്നാണ്. ഫർളു കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹ ബാധ്യതയാണ് എന്നർത്ഥം. ഓരോ വ്യക്തികൾക്കും നിർബന്ധമല്ല. സമൂഹത്തിൽ അങ്ങനെയുള്ള പഠനം പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ആളുകളും കുറ്റമുക്തരാകുന്ന ഫർളു കിഫായ എന്നാണ് തജ്വീദുൽ ഇൽമിയെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ തജ്വീദുൽ അമലി, പ്രാക്ടിക്കലായി തജ്വീദ് ഉണ്ടാവുക എന്നത്, പാരായണം തജ്വീദോടുകൂടി ആവുക എന്നത് നിർബന്ധമാണോ എന്ന വിഷയത്തിൽ 2 അഭിപ്രായമാണ് പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് നിർബന്ധമാണ് എന്നാണ്. തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ് എന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അതിനുള്ള തെളിവ് ഒന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വറത്തിലിൽ ഖുർആന തർത്തീല, വിശുദ്ധ ഖുർആൻ തർത്തീലോടുകൂടി പാരായണം ചെയ്യുക എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം തർത്തീൽ, വറത്തിൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ തർത്തീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറയുന്നത്, വിശുദ്ധ ഖുർആൻ ഒരാൾ പാരായണം ചെയ്യുമ്പോൾ വളരെ സാവകാശത്തിൽ അതിൻ്റെ ആശയങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി തജ്വീദ് നിയമങ്ങളടക്കം അറിഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നതാണ് തർത്തീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തർത്തീലോടുകൂടി പാരായണം ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ ആ ഒരു കൽപ്പന നിർബന്ധത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ തജ്വീദ് പഠിക്കൽ നിർബന്ധമാണ് എന്നാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ ഒരു അഭിപ്രായം അത്തജ്വീദുൽ അമലി, അത് നിരുപാധികം നിർബന്ധമാണ് എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് നിർബന്ധമാകുന്ന വശങ്ങളുണ്ട്, സുന്നത്താകുന്ന വശങ്ങളും അതിലുണ്ട് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യൽ നിർബന്ധമാകുന്ന സന്ദർഭം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പാരായണത്തിൽ ഗുരുതരമായ അബദ്ധങ്ങൾ വരുന്ന സന്ദർഭങ്ങളാണ്. തജ്വീദ് അനുസരിച്ച് അവിടെ പാരായണം ചെയ്തില്ലെങ്കിൽ ആശയം തന്നെ മാറിപ്പോകുന്ന വിധത്തിലുള്ള വളരെ ഗുരുതരമായ അബദ്ധം വരുന്ന അത്തരം സന്ദർഭങ്ങളിൽ അവിടെ തജ്വീദ് ഉണ്ടാവൽ നിർബന്ധമാണ് എന്നാണ് ഈ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് 1-ാമത്തെ വചനം ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. അവിടെ ഖുൽ എന്നാണ്, ഖാഫാണ് അവിടെ അക്ഷരം. എന്നാൽ പല സാധാരണക്കാരായ ആളുകളും ഖാഫിന് പകരം കാഫാണ് പാരായണം ചെയ്യുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. ഇവിടെ വലിയ ആശയ വ്യത്യാസമാണ് സംഭവിക്കുന്നത്. ഖുൽ എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ്, നബിയെ പറയുക അള്ളാഹു ഏകനാണ് എന്നാണ് വിഷയം. എന്നാൽ അതിനെ ഖുൽ എന്നൊരാൾ ഓതുമ്പോഴോ
നബിയെ തിന്നുക എന്നാണ് അർത്ഥം വരെ. കുൽ എന്ന് പറഞ്ഞാൽ തിന്നുക എന്നാണ്, ഭക്ഷിക്ക്, തിന്ന് എന്നൊക്കെയാണ്. അപ്പം അത്രയും ഗുരുതരമായ പിഴവാണ് അവിടെ ആശയത്തിൽ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ തജ്വീദ് അനുസരിച്ച് മഖ്റജൊക്കെ ശരിയാക്കി പാരായണം ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്. തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യൽ നിർബന്ധമല്ല, സുന്നത്താണ് എന്ന് പറയുന്ന അത്തരം സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്തില്ല എന്നതുകൊണ്ട് ആശയത്തിൽ വ്യത്യാസമൊന്നും വരില്ല. ഖുർആൻ്റെ ആശയം തന്നെ മാറിപ്പോകുന്ന അവസ്ഥകളൊന്നും ഉണ്ടാവില്ല, നേരത്തെ പറഞ്ഞ പോലെ. ഉദാഹരണം പറഞ്ഞാൽ ഇദ്ഗാം, മൻ യഅമൽ എന്നാണ് ഇദ്ഗാമോടുകൂടി തജ്വീദിൻ്റെ നിയമപ്രകാരം ഓതേണ്ടത്. പക്ഷെ അവിടെ ഒരാൾ ഇദ്ഗാമൊന്നും ഇല്ലാതെ മൻ യഅമൽ എന്ന് ഡയറക്റ്റ് ഓതി. ഇങ്ങനെ ഓതിയത് കൊണ്ട് അവിടെ ആശയത്തിൽ വ്യത്യാസമൊന്നും വരില്ല, ഗുരുതരമായ അബദ്ധമൊന്നും സംഭവിക്കുന്നില്ല. തജ്വീദ് നഷ്ടപ്പെട്ടു എന്ന് മാത്രം. അവിടെ ഒരു ഖുർആനിൻ്റെ ഒരു മനോഹാരിതയ്ക്ക് ഒരു കോട്ടം സംഭവിച്ചു എന്ന് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ഈ നിർബന്ധമല്ല എന്ന് പറയുന്ന സന്ദർഭങ്ങൾ. ഇഖ്ഫാ, ഇൽഹാർ, ഇദ്ഗാമും ബിഗുന്ന, ബിലാ ഗുന്ന, മദ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അധികവും ഈ ഒരു ഗണത്തിലാണ് പെടുന്നത്. അതിനെ മൊത്തത്തിൽ പണ്ഡിതന്മാർ തഹ്സീനാത്ത് എന്ന് പറയാം. തഹ്സീനാത്തിൽ പെട്ടതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അതൊക്കെ ശ്രദ്ധിച്ച് പാരായണം ചെയ്താൽ ഖുർആനിന് കൂടുതൽ മനോഹാരിത ഉണ്ടാവും. പക്ഷേ അതില്ല എന്നതുകൊണ്ട് ആശയത്തിൽ വ്യത്യാസമൊന്നും വരില്ല എന്നതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ അവിടെ തജ്വീദ് ഉണ്ടാവുക എന്നത് നിർബന്ധമല്ല, ഏറ്റവും അഫ്ളലാണ്, സുന്നത്താണ് എന്നാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ രണ്ട് അഭിപ്രായമാണ് ഉള്ളത്. ഒന്ന് നിർബന്ധമാണ്, നിരുപാധികം തജ്വീദിൻ്റെ എല്ലാ നിയമങ്ങളും പാരായണത്തിൽ പ്രാക്ടിക്കലായിട്ട് ഉണ്ടാവുക എന്നത് നിർബന്ധമാണ് എന്നതാണ്. രണ്ടാമത്തെ അഭിപ്രായം നിർബന്ധമാകുന്ന സന്ദർഭമുണ്ട്, നിർബന്ധമല്ലാത്ത സുന്നത്താവുന്ന സന്ദർഭമുണ്ട്. അത് രണ്ടും നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ വിശുദ്ധ കലാമിനെ ഏറ്റവും മനോഹരമായി പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.